തീർച്ചയായും 2014 കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി 2017 മുൻപാണെന്ന് വിചാരിക്കാം. GST തുടങ്ങിയത് 2017 ജൂലൈ 1 ആക്കിയോ. അപ്പോൾ 2017 മുൻപ് ഇത്തരത്തിൽ ഫ്ലാറ്റ് നിർമ്മാണത്തിന് വേണ്ടി ലാൻഡ് വിറ്റ് കൊടുത്ത് തിരിച്ച് എല്ലാം കഴിഞ്ഞ് 2020 അവർക്ക് നിശ്ചിത ഫ്ലാറ്റുകൾ കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ നികുതി ഈടാക്കാൻ പാടുണ്ടോ? തീർച്ചയായിട്ടും. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താ? ആ ജോയിൻറ്റ് വെഞ്ചർ എഗ്രിമെൻ്റാണ്. ആ എഗ്രിമെൻറ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ചിട്ടാണ് അതിൻ്റെ നിയമപരമായ നികുതി ബാധ്യത വരുന്നത്. സാധാരണ നിലയിൽ 8 ഫ്ലാറ്റ് വിട്ട് തന്നേക്കാം, ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റിന് ശേഷം ട്രാൻസ്ഫർ ചെയ്ത് തന്നേക്കാം എന്നാണ് പറഞ്ഞേക്കണേന്ന് വിചാരിക്കുക ലാൻഡ് ലോഡിനോട്. തീർച്ചയായിട്ടും അതിന് നികുതി ബാധ്യതയെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ അവിടെ ബിൽഡർ അഡ്വാൻറ്റേജ് എടുക്കും. ആ പീരീഡിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാമായിരുന്നു. അപ്പോൾ ഈ 8 ഫ്ലാറ്റിനും കൂടിയുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ബിൽഡർ എടുത്തിട്ട് അതിന് ടാക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാധ്യത ഈ പറഞ്ഞ ലാൻഡ് ലോഡിന് അധികമായി വരുന്നു. കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ 18% ടാക്സ് വരെയൊക്കെ വരുമായിരുന്ന കാലമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലാൻഡ് വിട്ടുകൊടുത്തവർക്ക് പ്രതീക്ഷിക്കാത്ത ഒരു വൻ തുക 18% വരെ ബിൽഡർമാർ ഈടാക്കുന്നു. അതിൽ ബിൽഡർമാർ അഡ്വാൻറ്റേജ് എടുത്തിട്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ അതൊക്കെ സാധാരണ ലാൻഡിൻ്റെ ഉടമസ്ഥർക്ക് അറിയണമെന്നില്ല. ഈ കാര്യത്തിലാണ് നമ്മളിപ്പം ചർച്ച ചെയ്യുന്നത്. പ്രധാനമായും എഗ്രിമെൻറ്റിലെ ടേംസ് ആണെങ്കിൽ പ്രധാന കാര്യം. ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം ഉള്ള കൈമാറ്റത്തിന് നികുതിയില്ല. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടീസ് ആക്റ്റാണ് അവിടെ വരുന്നത്. അവിടെ ലാൻഡ് ലോഡുമായിട്ടുള്ള എഗ്രിമെൻറ്റിൽ വേറെ അഡ്വാൻസിൻ്റെ കാര്യങ്ങളൊന്നുമില്ല എങ്കിൽ, അതായത് ലാൻഡ് ലോഡ് അങ്ങോട്ട് പ്രത്യേകിച്ച് അഡ്വാൻസ് ഒന്നും കൊടുക്കേണ്ട കാര്യങ്ങളില്ല, അങ്ങനെ വന്നാൽ അത് നികുതി വിധേയമല്ല. 2022 ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. ആ അമെൻമെൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പോലും ഒരു ലാൻഡ് ലോഡ് തൻ്റെ സ്ഥലം ഫ്ലാറ്റിന് വേണ്ടി ഇട്ടുകൊടുക്കുമ്പോൾ തിരിച്ച് കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഫ്ലാറ്റ് ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റിന് ശേഷം ബിൽഡിംഗ് നമ്പർ ഇട്ടതിന് ശേഷം ഹാൻഡ് ഓവർ ചെയ്താൽ GST വരില്ല എന്നതാണ് അതിലെ ഏറ്റവും പ്രധാന കാര്യം. പക്ഷെ അതിലൊരു കാര്യമുണ്ട്, എഗ്രിമെൻറ്റിൽ ഈ പറഞ്ഞ ടേംസ് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. For more informative contents, please subscribe to GST Talks YouTube channel and press the bell icon.